നമസ്കാരം. നീറ്റ് 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ രണ്ട് രീതിയിലായിരിക്കും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ ഒരു അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യും. ഈ രണ്ട് ടൈപ്പ് ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. ഞാൻ ശ്രീകുമാർ പള്ളിയർ, വെൽഫെയർ ഓഫീസർ ആൻഡ് കരിയർ ഗൈഡ് സൈലന്റാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തണം, അല്ലെ? എന്താണ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ? അത് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിലും തനിയെ ചെയ്യുകയാണെങ്കിലും കുറച്ച് ഡോക്യുമെന്റ്സ് റെഡി ആയിട്ട് വേണം ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇതാ സെറ്റായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ചെക്ക് ലിസ്റ്റ് ആണ്. എന്തൊക്കെയാണ് വേണമെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വേണ്ടുന്ന സംഗതികൾ? 12 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് 200 KB താഴെ ആയിരിക്കണം. ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണുകൾ കറക്റ്റ് വിസിബിൾ ആവണം. 80% എങ്കിലും മുഖം കറക്റ്റ് ആയിട്ട് വിസിബിൾ ആയിരിക്കണം. ഈ കാര്യം ശ്രദ്ധിച്ചാൽ. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഫോട്ടോയിൽ പേര് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഒന്നും വേണമെന്ന് ആവശ്യമൊന്നുമില്ല. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പിന്നെ ഫേസ് 80% ക്ലിയർ ആവണം. പരമാവധി കണ്ണടകളെ ഒഴിവാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ കണ്ണുകൾ കറക്റ്റ് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കണ്ണടകളെ ഒഴിവാക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ശരി. അപ്പൊ ഈ കണ്ണട വെച്ചിട്ട് ചില ആൾക്കാർ ഡൗട്ട് ചെയ്യും, കണ്ണട വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ട് എക്സാമിന് പോകുമ്പോൾ കണ്ണട വെക്കണമെന്നുണ്ട്. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഫിംഗർ പ്രിന്റ്. ഒരു വ്യാപകമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ, തമ്പ് ഇംപ്രഷൻ ആയിരുന്നു മുമ്പേ ചോദിക്കുക. ഇപ്പൊ എല്ലാ വിരലുകളുടെയും ഫിംഗർ പ്രിന്റ് വേണം. 10 വിരലിന്റെയും വേണം. 10 വിരല് നമ്മുടെ ഇങ്ക് പാഡിൽ വെച്ചിട്ട് 10 വിരലിന്റെയും ഫിംഗർ പ്രിന്റ് എന്ത് ചെയ്യണം? ഇംപ്രഷൻ എടുത്തിട്ട് സ്കാൻ ചെയ്യണം. അതിന്റെ സൈസ് 200 KB. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, ശരി. കാര്യം പറയണ്ടല്ലോ, പെട്ടെന്ന് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ശരി. സ്കാൻഡ് സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഇട്ടിട്ട് അതും എടുക്കാം. അത് ഒരു 100 KB സൈസിൽ താഴെ. അപ്പൊ ഒന്നുകൂടെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് അല്ലേ? ഈ ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോകണ്ട. അവിടെ ഓൾറെഡി അവിടുന്ന് ഈ സൈസിലേക്ക് ആക്കി തരാൻ വേണ്ടി പറഞ്ഞാൽ മതി. അത് അവസാന നിമിഷം ഇതൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്, റീസൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഒരു കുഴപ്പമില്ല. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആർക്കൊക്കെയാണ് വേണ്ടത്? OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക്, EWS വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക്, SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം. ഈ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ജനറൽ വിഭാഗക്കാർക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാറ്റഗറി സർട്ടിഫിക്കറ്റ് 2 കണ്ടീഷനാണ്. തഹസിൽദാരുടെ കയ്യിൽ നിന്ന് വാങ്ങണം. തഹസിൽദാരുടെ കയ്യിൽ നിന്ന് വാങ്ങണം. വില്ലേജ് ഓഫീസിൽ നിന്ന് കീമിന് വാങ്ങിച്ച സാധനം എടുത്തിട്ട് പോകരുതേ. വില്ലേജ് ഓഫീസിൽ നിന്ന് വീണ്ടും പറയാം, ഇന്നിപ്പോ എത്രാമത്തെ കോൾ അറ്റൻഡ് ചെയ്ത്, വില്ലേജ് ഓഫീസിൽ നിന്ന് കീമിന് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, നോൺ ക്രിമിനൽ. അത് പോരാ. എവിടുന്ന് വാങ്ങണം? തഹസിൽദാരുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല, അത് റിജക്ട് ആവും. ഓക്കെ ആണോ? സെറ്റ്. ഓക്കെ. അപ്പൊ ഓൾറെഡി നിങ്ങളെ കയ്യിൽ അത് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ മതി തൽക്കാലം. തഹസിൽദാരുടെ കയ്യിൽ നിന്നുള്ള ചില ആൾക്കാർ വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ മുമ്പേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയാണ് പെർഫെക്റ്റ്. Otherwise, if you have only application number, you can proceed. No issue. You can give the application number and proceed. അതിന് വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. ശരി. അപ്പോ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെറ്റ് ആയല്ലോ. ശരി. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ നമ്പർ കൊടുത്താൽ മതി. ആപ്ലിക്കേഷൻ കൊടുത്ത നമ്പർ ഉണ്ടായാൽ മതി. ഓക്കെ. 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് PDF. അത് എനിക്കൊന്ന് CBSE ആകുമ്പോൾ 2 മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റിന്റെ ഫ്രണ്ട് പേജും ഉണ്ടാവും. മറ്റേ നമ്മുടെ 10ാം ക്ലാസ് SLC ആകുന്ന സമയത്ത് സ്റ്റേറ്റ് സിലബസ് ആകുമ്പോൾ ഒന്നേ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു PDF, അത് PDF ആണ് കേട്ടോ. ശരി. ഇതൊക്കെ JPEG ഫയലാണ്, ഇത് PDF ആണ്. 10th സർട്ടിഫിക്കറ്റ് PDF 300 KB താഴെ. കാറ്റഗറി സർട്ടിഫിക്കറ്റ് 300 KB താഴെ. 400 KB കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകേണ്ട പറ്റില്ല. അതുകൊണ്ട് 300 KB, ഒരു 200ന്റെ ഉള്ളൊക്കെ സെറ്റ് ചെയ്താൽ മതി. അഡ്രസ് പ്രൂഫ് PDF. അഡ്രസ് പ്രൂഫ് ഏതാ കൊടുക്കുക? നിങ്ങളുടെ ഇപ്പോഴുള്ള അഡ്രസ് തെളിയിക്കുന്ന ആധാർ കാർഡ് അല്ലെങ്കിൽ പിന്നെ പാസ്പോർട്ടോ ഏതാ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ്. അത് നിർബന്ധമാണ്. അഡ്രസ് പ്രൂഫ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന എക്സാം സെന്റർ കിട്ടുക. അത് ഞാൻ എക്സാം സെന്ററിന്റെ കാര്യം വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം. ആധാർ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ്, നിങ്ങളുടെ ID പ്രൂഫ്, വാലിഡ് ID പ്രൂഫ് വേണം. 2 മൊബൈൽ നമ്പറും 2 ഇമെയിൽ ID. പ്രത്യേകം ശ്രദ്ധിച്ചോ, ഈ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്കും ഈ കൊടുക്കുന്ന ഇമെയിൽ IDയിലേക്കും ആ സമയത്ത് തന്നെ OTP വരും. നിങ്ങളൊരു Gmail കൊടുക്കൂലേ? ഇമെയിൽ ID കൊടുക്കുന്നുണ്ട്, നിങ്ങളൊരു മൊബൈൽ നമ്പർ കൊടുക്കുക, അതിലേക്ക് OTP വരും. ഇത് ആരുടെങ്കിലും കയ്യിൽ, എവിടെയോ ഓഫീസിൽ ഇരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന വിളിച്ചാൽ കിട്ടാത്ത ആൾക്കാരുടെ കയ്യിലാണ് ബുദ്ധിമുട്ടാവും. ആ മൊബൈല് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കയ്യിൽ ഉണ്ടായിരിക്കണം. മനസ്സിലല്ലേ ഞാൻ പറഞ്ഞത്? 2 മൊബൈൽ നമ്പറും 2 ഇമെയിൽ ID ഉണ്ട്, അത് 2 കയ്യിൽ ഉണ്ടാവണം. അതിലേക്ക് വരുന്ന, കൃത്യമായിട്ട് പറയണം കേട്ടോ, അതിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ പ്രോസസ് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒന്നുകൂടെ പറയാം,
ഈ കൊടുക്കുന്ന മൊബൈൽ നമ്പർ കയ്യിലാണ്, അതിലേക്ക് വരുന്ന OTP എൻട്രി ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. വെള്ളെടുത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ മൊബൈൽ നമ്പർ കൊടുത്ത് അക്ഷയത്ത് ചേച്ചി ചോദിക്കും, OTP, എന്ത് OTP, അതിനിടയാക്കരുത്. പിന്നെ നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ലോട്ട് കിട്ടുക. ഓക്കെ, സെറ്റ് അല്ലേ? +2 മാർക്ക് ലിസ്റ്റ്, +2 കഴിഞ്ഞവർക്ക് ഇല്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല. മീൻസ് ഈ വർഷം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ലൈവ് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം അക്ഷയിലാകുമ്പോൾ അവരങ്ങ് എടുത്തോളും. വീട്ടിലാകുമ്പോൾ ലൈവ് ഫോട്ടോ വെബ്കാം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാം ലൈവ് ഫോട്ടോ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംശയം, കുട്ടി വേണോ എന്നുള്ളതാണ്. ലൈവ് ഫോട്ടോ എന്ന് പറയുമ്പോൾ കുട്ടി ഫ്രണ്ടിൽ ഉണ്ടാവണ്ടേ? കുട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുട്ടി ഉണ്ടാവുന്ന ഏറ്റവും നല്ലത്. കുട്ടി ഇല്ലെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. QR കോഡ് അവൈലബിൾ ആവും, അല്ലെങ്കിൽ കുട്ടിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് കുട്ടിക്ക് എവിടെയാണുള്ളത് അവിടുന്ന് ചെയ്യാം. കുട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുട്ടി ഉണ്ടെങ്കിൽ നല്ലത്, കറക്റ്റ്. കാരണം ഈ എടുക്കുന്ന ലൈവ് ഫോട്ടോ ഇല്ലേ, ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് ലൈവ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എന്റെ ഇപ്പോഴെടുക്കുന്ന ഫോട്ടോ കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച്, കണ്ണുകൾ, അതായത് ഐറിസ് കറക്റ്റ് വിസിബിൾ ആണ്. ഈ കണ്ണുകൾ കറക്റ്റ് വിസിബിൾ ആണ്, കാരണം ഇതിൽ ഐറിസ് സ്കാൻ ഉണ്ട്. ഈ കണ്ണുകൾ കറക്റ്റ് വിസിബിൾ ആവണമെന്ന് മാത്രമല്ല, നിങ്ങളെ വ്യക്തമായിട്ട് തിരിച്ചറിയാനും പറ്റണം. ഈ ഫോട്ടോ ആണ് ഹോൾ ടിക്കറ്റിൽ അച്ചടിച്ച് വരിക. ഈ ഫോട്ടോ ആണ് ഹോൾ ടിക്കറ്റിൽ അച്ചടിച്ച് വരിക. അതുകൊണ്ട് ലൈവ് ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചില്ലാത്തൊക്കെ എടുത്ത് തിരിച്ചറിയാൻ പറ്റാതെ ഞാൻ ഉത്തരവാദിയില്ല. അതുകൊണ്ട് ലൈവ് ഫോട്ടോ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. ഇനി കണ്ടോടാം. ശരി, അപ്പൊ കണ്ണ് മറക്കണ്ട. അഡ്രസ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെ ഒന്നും കൂടെ കയ്യിൽ കരുതുക. അഡ്രസ് നേരത്തെ പറഞ്ഞില്ല, ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നില്ല. ഇത്രയും ഡോക്യുമെന്റ്സ് സെറ്റ് ആയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിലേക്ക് പോവാം. സ്ക്രീൻഷോട്ട് എടുത്തോ, ഒന്നും കൂടെ ചെക്ക് ചെയ്തോ. സെറ്റ് അല്ലേ? അപ്പൊ ഇനി അടുത്ത പരിപാടിയിലേക്ക്. അപ്പോ നേരെ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവാം. ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകുന്ന നീറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ തന്നെ രജിസ്ട്രേഷൻ ലൈവ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിന്റെ താഴെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, അതിന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇവിടെ രജിസ്ട്രേഷൻ ലൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോർ നീറ്റ് UG ഇത് വീണ്ടും കിട്ടും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അവിടെ ന്യൂ രജിസ്ട്രേഷൻ, അതൊരു മൂന്നാമത്തെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു സംഗതി കിട്ടും, ന്യൂ രജിസ്ട്രേഷൻ. അതൊന്നുമില്ല, സൈറ്റിൽ പോയിട്ട് അത് യൂസർ ഇന്റർഫേസിൽ ഫസ്റ്റ് വരുന്ന കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷനൊക്കെ എത്തും. ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് കുറെ ഇൻസ്ട്രക്ഷൻസും അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കാണാം. എത്രയാണ് പേയ്മെന്റ് എടുക്കേണ്ടതൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് നിങ്ങൾ വായിച്ചു എന്ന് ഉറപ്പ് വരുത്തി അവിടെ ടിക്ക് കോളം ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട്. ഇത് സൈറ്റിന്റെ വിഷ്വൽ ഒഴിവാക്കിയ കാരണം വളരെ ചെറിയ ലെറ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് വായിക്കാനൊന്നും പറ്റില്ല. ഞാൻ അത് വലുതാക്കിയിട്ട് പോസ്റ്റർ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട് വളരെ വേഗത്തിൽ. അത് തന്നെയാണ് ഇത്. അത് 26 സ്റ്റെപ്പുകളാണ് ഉള്ളത്. 26 നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് കുറച്ച് വലിയ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? 26 സ്റ്റെപ്പുകളായിട്ട് വളരെ ക്വിക്കായിട്ട് പറയാണ്. വേഗത്തിൽ നോക്കാം. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും മാക്സിമം. ഓക്കെ, ശരി. അപ്പൊ അത്രയും സമയം വേണ്ടു നമുക്ക്. ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ബേസിക് ഡീറ്റെയിൽസ്. ഇതൊക്കെ കയ്യിൽ റെഡി. ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിന് ബേസ് ചെയ്തിട്ടാണ്, ആധാറിനെ ബേസ് ചെയ്തിട്ടല്ല. അത് വ്യത്യാസം ഉണ്ടോങ്കിലാണ് പറയുന്നത്. അപ്പൊ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിന് ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പേര്, കുട്ടിയുടെ പേര്, പാരന്റിന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാണ്ട് ശ്രദ്ധയോടെ തെറ്റാതെ അത് കൊടുക്കുക. തെറ്റായോ? സ്റ്റെപ്പ് നമ്പർ 3 ഓക്കെ അല്ലേ? അടുത്തേക്ക് പോട്ടെ. സ്റ്റെപ്പ് നമ്പർ 4 പ്രസന്റും പെർമനന്റ് അഡ്രസ് കൊടുക്കുക. സ്റ്റെപ്പ് നമ്പർ 4 പ്രസന്റും പെർമനന്റ് അഡ്രസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് രാജസ്ഥാനിൽ എക്സാം സെന്റർ വേണം എന്ന് വിചാരിക്കുക, ഒരു എക്സാം സെന്റർ. നിങ്ങൾക്ക് തമിഴ്നാട് വേണമെന്ന് വിചാരിക്കുക, ഇങ്ങനെ കുറെ കേസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ദുബായിൽ വേണമെന്ന് വിചാരിക്കുക. എവിടെ എക്സാം എഴുതാം, ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്താന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രസന്റ് അല്ലെങ്കിൽ പെർമനന്റ് അഡ്രസ്സിൽ ഏതിലെങ്കിലും ഒന്നിൽ ആ രാജസ്ഥാനിലെയോ ദുബായിലെയോ തമിഴ്നാട്ടിലെ അഡ്രസ് കൊടുത്താൽ മതി. ആ അഡ്രസ് നോക്കിയിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് സെന്റർ അലോട്ട് ചെയ്ത് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എവിടെയാണോ ഇപ്പൊ കേരളത്തിലെ ഏതെങ്കിലും ഒരു അഡ്രസ് ഉണ്ടോ, കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം വല്ല ഏത് ജില്ലയും കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായി. അഡ്രസ് കൊടുത്ത സ്ഥലത്ത് സെന്ററല്ല കിട്ടുക. കാസർഗോഡ് അഡ്രസ് കൊടുത്താൽ കാസർഗോഡ് ആ സംസ്ഥാനത്തെ ഏത് ജില്ലകളിലും സെന്റർ കിട്ടും. തമിഴ്നാട് അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏത് ജില്ലകളിലും സെന്റർ കിട്ടും. ഒരു സംസ്ഥാനത്ത് ഒരു അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഏത് സെന്റർ വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സംസ്ഥാനത്ത് അഡ്രസ് ഉണ്ടായിരിക്കണം. തമിഴ്നാട് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ. ആന്ധ്രാപ്രദേശിൽ ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതണം, എന്ത് ചെയ്യണം? ഒരു അഡ്രസ് എങ്കിലും ആന്ധ്രാപ്രദേശ് കൊടുക്കണം. അപ്പൊ അവിടുത്തെ സെന്റർ ഓപ്പൺ ആയിട്ട് വരും. മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. ദുബായില് പരീക്ഷ എഴുതണം, എന്ത് ചെയ്യണം? ഒരു അഡ്രസ് എങ്കിലും ദുബായിൽ കൊടുത്താൽ മതി. സെറ്റ്. അപ്പൊ 4 പ്രസന്റ് പെർമനന്റ് അഡ്രസ് കൊടുക്കുക. 5
ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് കൊടുക്കണം. പല കുട്ടികളെ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ തെറ്റിക്കുന്നുണ്ട്, ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ തെറ്റിക്കുന്നുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൽ എന്ത് വരുന്നുണ്ട്? OTP വരുന്നുണ്ട്. ക്ലിയർ ആയോ? ആദ്യത്തെ 5 സ്റ്റെപ്പ് ക്ലിയർ ആയോ? സെറ്റ് ആണോ? അടുത്തേക്ക് പോട്ടെ. യെസ്. അപ്പൊ അടുത്തേക്ക് പോവാണ്. വിത്ത് യുവർ പെർമിഷൻ ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. The next step you can see the 5 steps, 5 different steps. Step number 6, ഒരു നല്ല അടിപൊളി പാസ്വേഡ് സെറ്റ് ചെയ്യുക. കാരണം ഇതിൽ ഒരുപാട് കൃത്രിമങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൽഫാ ന്യൂമറിക് പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, ശരി. പോയിന്റ് നമ്പർ 7, സ്റ്റെപ്പ് നമ്പർ 7, അവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ അന്നേരം തന്നെ എഴുതിയെടുക്കണം. ആപ്ലിക്കേഷൻ നമ്പർ അന്നേരം തന്നെ എഴുതിയെടുക്കണം. 7ാമത്തെ പോയിന്റിലേക്ക് പോകുന്ന 7ാമത്തെ സ്റ്റെപ്പിലേക്ക് ആപ്ലിക്കേഷൻ നമ്പർ എഴുതിയെടുക്കുന്നു. 8ാമത്തെ സ്റ്റെപ്പ് നാഷണാലിറ്റി, നാഷണാലിറ്റി ഇന്ത്യ. NRI സ്റ്റാറ്റസ് നിങ്ങളുടെ NRI സീറ്റ് ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സാധാരണ ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ഇന്ത്യ എന്ന് കൊടുത്താൽ മതി. അപ്പൊ അല്ല, പുറത്തുള്ള കുട്ടികളാണെങ്കിൽ NRI സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അത് അവിടെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സ്റ്റെപ്പ് നമ്പർ 9, +2ന്റെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ഏത് ബോർഡാണ് നിങ്ങൾ പഠിച്ചത് അവിടെ കാണാം. +2 ആയിട്ട് ബന്ധപ്പെട്ട 1-2 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. +2 എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി 10 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 10. അപ്പോ നോക്കണേ, അടുത്ത 5 സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. ഇതാ 10ലേക്ക് എത്തി. 10 സ്റ്റെപ്പ് എത്തി നമ്മള്. 10 സ്റ്റെപ്പിൽ സെലക്ട് കാറ്റഗറി സെലക്ട് ചെയ്യുക. കാറ്റഗറി സെലക്ട് ചെയ്യുന്ന സമയത്ത് ജനറൽ, OBC, EWS, SC, ST അതൊക്കെ ഉണ്ടാവും. അത് വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ OBC മുസ്ലിം വിഭാഗത്തിലാണ് എന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷെ നിങ്ങളുടെ വാർഷിക വരുമാനം നോൺ ക്രീമി ലെയറിന്റെ മുകളിലാണ്. അതായത് 8 ലക്ഷം രൂപ താഴെ എല്ലാ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, നിങ്ങൾ ജനറൽ ആയിട്ട് കൊടുക്കണം. അതായത് റിസർവേഷൻ വിഭാഗമാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഉയർന്ന വരുമാനമുള്ള ആൾക്കാർ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ജനറൽ ആയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ജനറൽ ആണോ, OBC ആണോ, EWS ആണോ എന്ന് സെറ്റ് ചെയ്യാം. ഈ 5 സ്റ്റെപ്പ് ഒന്നും കൂടെ നോക്കിയാൽ 6 സെറ്റ് 7 8 9 10. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഈസി ആയിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി ഒരു കൺഫ്യൂഷൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അടുത്ത 11ാമത്തെ സ്റ്റെപ്പ് മുതൽ 16ാമത്തെ സ്റ്റെപ്പ് വരെ വളരെ ക്വിക്കായിട്ട്. സ്റ്റെപ്പ് നമ്പർ 11, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇൻഫോ എൻ്റർ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഫോ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻ കൊടുത്ത നമ്പറെങ്കിലും വേണം. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും അക്ഷയിൽ അതിന്റെ അപ്ലിക്കേഷൻ കൊടുത്ത നമ്പർ വേണം. തഹസിൽദാറുടെ കയ്യിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. വില്ലേജിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്ത് റിജക്ഷൻ അടിക്കരുത്. തഹസിൽദാറുടെ കയ്യിൽ നിന്നാണ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. ഓക്കെ, ശരി. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യം പറയും. ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും പറഞ്ഞില്ല. ഇൻകം സർട്ടിഫിക്കറ്റ് വെറുതെ നടക്കേണ്ടതിന്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ശരി. ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ 12ാമത്തെ സ്റ്റെപ്പ് ഡയബറ്റിക് ആണ്. എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻ മോശമായ കുട്ടികൾ ഡയബറ്റിക് ആണോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡയബറ്റിക് ആണെങ്കിൽ എസ് ഓർ നോ അവിടെ കൊടുക്കണം. ആണെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുക. പിന്നെ ഇൻകം മൈനോറിറ്റി സ്റ്റാറ്റസും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് വാർഷിക വരുമാനം? ഇവിടെ കൊടുക്കുന്ന ഇൻകം അതുമായിട്ട് കണക്ട് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ ഒരു ഇൻകം അത് എല്ലാവരും കൊടുക്കണം. അതിന് സർട്ടിഫിക്കറ്റ് വേണ്ട. ഇവിടെ ഇൻകം കൊടുക്കാൻ വേണ്ടി ഇൻകം സർട്ടിഫിക്കറ്റും വേണം. ഒരു ഇൻകം അവിടെ അടിച്ചു കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. മൈനോറിറ്റി സ്റ്റാറ്റസ്, ക്രിസ്ത്യൻ മുസ്ലിം മാനേജ്മെന്റ് കോളേജുകൾ മൈനോറിറ്റി ക്വാട്ട ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ബാധകമല്ല. ക്രിസ്ത്യൻ മുസ്ലിം കാറ്റഗറിയിൽ മൈനോറിറ്റി സീറ്റുകൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. മൈനോറിറ്റി സ്റ്റാറ്റസ് അവിടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. സ്പെസിഫൈ റിലീജിയസ് ഡ്രസ്, മതപരമായിട്ടുള്ള തട്ടമിട്ടുകൊണ്ട് മുഖം ഈ തല കവർ ചെയ്തുകൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അതായത് ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ഡ്രസ് കോഡ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര പർദ്ദ പോലുള്ള വസ്ത്രങ്ങളോ ശിരോവസ്ത്രങ്ങളൊക്കെ ധരിക്കാനുണ്ടാവും. അത് വേണമോ വേണ്ടേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടിയുടെ വിവരങ്ങൾ സ്റ്റെപ്പ് നമ്പർ 15 ചോദിക്കുന്നു. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ, എന്തെങ്കിലും രീതിയിലുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ശരീരത്തിന് അംഗവൈകല്യങ്ങൾ ഉണ്ടോങ്കിൽ അതിന് നിങ്ങൾക്ക് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിഭാഗത്തിൽ പെടുന്നുണ്ടോങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട്. വളരെ ശ്രദ്ധിച്ച് അതും കൂടെ കൊടുക്കുക. ഓക്കെ, ശരി. പിന്നെ ആധാർ പ്രൂഫ്, ഒരു ആധാറിന്റെ പ്രൂഫ് 16ാമത്തെ സ്റ്റെപ്പിലാണ് ആധാറിന്റെ ഒരു പ്രൂഫ് കൊടുക്കുന്നത്. ഈ ആധാറിന്റെ പ്രൂഫ് കൊടുക്കുന്ന സമയത്ത് നമ്മള് പിന്നെ വളരെ ശ്രദ്ധിക്കണം. ഈ ആധാറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. ആധാർ നമ്പർ നമ്മൾ കൊടുക്കുന്നു. ആധാർ വെരിഫിക്കേഷൻ സമയത്ത് നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ നമുക്ക് ആധാറായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോട്ടോ ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണാൻ അവിടെ പറ്റും. അപ്പൊ ആധാറിന്റെ ഡീറ്റെയിൽ ആധാറായിട്ട് ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷനിൽ ആൾക്കാർ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണമെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആധാറിന്റെ വെരിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈഡ് ആവും. അതുമായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ വേണം. അതേസമയത്ത് ആധാറിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോന്റെ ഒരു പതിപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ കാര്യങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. അപ്പൊ ആധാറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് വരുന്നത് ഈ 16ലാണ്. ശരി,
പിന്നെ നമുക്ക് വേണ്ടത് സെലക്ട് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഇംഗ്ലീഷിലാണ് എടുക്കുന്നത് നല്ലത്. ഇപ്പൊ മലയാളം ആണെങ്കിലും അതിൽ ഇംഗ്ലീഷ് ഉണ്ടാവും. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യാൻ പറഞ്ഞു. 17 18 പറഞ്ഞു 3 എക്സാം സെന്റർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 എക്സാം സെന്റർ എന്ന് പറയുന്ന സമയത്ത് ആദ്യം കൊടുക്കുന്ന എക്സാം സെന്റർ ആണ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുക. ഈ എക്സാം സെന്റർ എങ്ങനെയാ വരുന്നത്? ഈ എക്സാം സെന്റർ വരുന്നത് നേരത്തെ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. മീൻസ് ഏത് സംസ്ഥാനത്താണ് കൊടുത്തത് അവിടുത്തെ എക്സാം സെന്റർ ഓപ്പൺ ആയിട്ട് വന്നു കൊടുക്കും. അതിൽ ആദ്യം കൊടുക്കുന്നതാണ് കിട്ടാൻ കൂടുതൽ സാധ്യത. 3 സെന്റേഴ്സ് എങ്കിലും സെലക്ട് ചെയ്യണം. പാരന്റ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, അവരുടെ എത്ര വരെ പഠിച്ചു അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അവരുടെ ജോലി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചുമ്മാ എൻ്റർ ചെയ്ത് കൊടുക്കുക. 19ാമത്തെ സ്റ്റെപ്പിൽ പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ +2 എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ട്. +2 എക്സാം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ +2 ഏത് ബോർഡാണ്, അതിലെ മാർക്കും കാര്യങ്ങളൊക്കെ +2 പഠിക്കുന്നവർ അപ്പിയർ നില കൊടുത്താൽ മതി. +2 എക്സാമിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. പിന്നെ നിങ്ങളുടെ ബർത്ത് പ്ലേസും ഡിസ്ട്രിക്റ്റും കൊടുക്കാനുണ്ട്. എവിടെയാണ് നിങ്ങൾ ജനിച്ചത്, ഏത് ജില്ലയിലാണ് ജനിച്ചതെന്നാണ് 21ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾ വേറെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന 22ാമത്തെ സ്റ്റെപ്പ് നമ്പർ 22 എന്റെ സെക്കൻഡ് മൊബൈൽ നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 2 മൊബൈൽ നമ്പർ 2 ഇമെയിൽ ഐ ഡി വേണം. രണ്ടാമത്തെ മൊബൈൽ നമ്പർ രണ്ടാമത്തെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കണം. അതിലേക്കും OTP വരും, അതും കൂടെ ശ്രദ്ധിക്കണം. 22ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് OTP ശ്രദ്ധിക്കണം. രണ്ടാമത്തെ മൊബൈൽ നമ്പർ രണ്ടാമത്തെ. അപ്പൊ ഇത് രണ്ടും കയ്യിൽ ഉണ്ടാവണം കേട്ടോ. ഓക്കെ. പിന്നെ ലൈവ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖം വളരെ ക്ലിയർ ആയിരിക്കണം. ആ സമയത്ത് കണ്ണടയൊക്കെ മാറ്റാം. മുഖം കൃത്യമായിട്ട് കാണുന്നില്ല. നല്ല വെളിച്ചം, അതായത് ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് മുഖത്തേക്ക് വെളിച്ചം അടിക്കുന്ന രീതിയിൽ വെക്കണം. അവിടെ ഇപ്പൊ ഇവിടെ എന്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് നിങ്ങളുടെ മുഖത്തേക്ക്, പ്രത്യേകിച്ച് കണ്ണിലേക്ക് ലൈറ്റ് എങ്ങനെ നിന്ന് വളരെ കൃത്യമായിട്ട് അല്ലെ ഒന്ന് ഫോട്ടോ എടുക്കുക. വിസിബിൾ ആയിരിക്കണം. കാരണം ഈ ഫോട്ടോ ആണ് ഹോൾ ടിക്കറ്റിൽ അച്ചടിച്ച് വരുന്നത്. നല്ല ക്ലിയർ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുക. ഓക്കെ. കണ്ണുകൾ കൃത്യമായിട്ട് കാണണം. കണ്ണുകൾ ഇങ്ങനെ അടച്ചു പിടിക്കരുത്, കണ്ണട വെച്ച് കവർ ചെയ്യരുത്, കൃത്യമായിട്ട് കാണണം. ഓക്കെ, ശരി. ലൈവ് ഫോട്ടോ എടുക്കുക. ഇനി നിങ്ങളുടെ കുട്ടി കൂടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ നേരത്തെ കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കുട്ടിക്ക് അയച്ചു കൊടുക്കുക. കുട്ടി അവിടുന്ന് ചെയ്തോട്ടെ. അല്ലെങ്കിൽ ഒരു QR കോഡ് ഉണ്ട്, ആ QR കോഡ് അയച്ചു കൊടുത്താലും കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. QR കോഡ് ഉപയോഗിച്ചോ ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡ് ഉപയോഗിച്ചോ കുട്ടി സ്ഥലത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ണുകൾ മറക്കണ്ട, കൃത്യമായിട്ട് കാണണം. ശരി. ഒന്നും കൂടെ ഇമെയിൽ OTP വെരിഫൈ ചെയ്യാനുണ്ട് 24ാമത്തെ സ്റ്റെപ്പില്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. 25ാമത്തെ സ്റ്റെപ്പിൽ പേയ്മെന്റ്. ഇപ്പൊ കേരളക്ക് നമുക്ക് UPI പേയ്മെന്റ് ഉണ്ട്. ഗൂഗിൾ പേ, Paytm ഒന്നും ഉണ്ടായില്ല. ഇവിടെ നിങ്ങൾക്ക് കാർഡ് അല്ലെങ്കിൽ UPI, ഗൂഗിൾ പേ, Paytm ഒക്കെ വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യാം. കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്യാം. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നിങ്ങൾ ഫൈനൽ ആയിട്ടുള്ള പ്രോസസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് ഫൈനൽ ആയിട്ട് നിങ്ങളുടെ കൺഫർമേഷൻ പേജ് പ്രിന്റ് ഔട്ട് എടുക്കുക. ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചാൽ മതി, എവിടത്തേക്കും അയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ശരി. ഇനി ഇവിടെ കൺഫ്യൂഷനുള്ള യാതൊരു സ്റ്റെപ്പും ഇതിലില്ല. അപ്പൊ ഒന്നും കൂടെ വളരെ ക്വിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്റ്റെപ്പുകൾ ഒന്നും കൂടെ പറയാം. ആദ്യം നമുക്ക് NEET.NTA സൈറ്റിലേക്ക് പോവാം. ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക, ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, പ്രസന്റ് പെർമനന്റ് അഡ്രസ് കൊടുക്കുക, ഇമെയിൽ ID, ഫോൺ നമ്പർ വെരിഫൈ വിത്ത് OTP ഇസ് വെരി ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ആ സമയത്ത് മൊബൈൽ നമ്പർ, ഇമെയിൽ ഉള്ള ആ ഫോണും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവണം. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പാസ്വേഡ് സെറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്യുക, നാഷണാലിറ്റി NRI സ്റ്റാറ്റസ് കൊടുക്കുക, +2ന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആ ഒരു സ്കാനിങ്ങിന്റെ ഒരു സമയത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാറ്റഗറി ജനറൽ ആണോ, OBC ആണോ, EWS ആണോ എന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ ഇൻഫർമേഷൻസ് കൊടുക്കുക. ഡയബറ്റിക് ആണോ എന്ന് കൊടുക്കുക. ഇൻകം മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കുക. സ്പെസിഫൈ റിലീജിയസ് സ്ട്രെസ് അത് കൊടുക്കുക. PW ഡീറ്റെയിൽസ് കൊടുക്കുക. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. ആധാറുമായിട്ട് ബന്ധപ്പെട്ടതിന് അല്പം സമയം എടുക്കും. ആധാറിന്റെ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുത്ത് വെരിഫൈഡ് ആവണം. അപ്പൊ ആധാറുമായിട്ട് ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നിങ്ങൾ ആധാറുമായിട്ട് ബന്ധപ്പെടുത്തിയ നിങ്ങളുടെ ഫോട്ടോ, നാഷണൽ രജിസ്റ്ററിലെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. അപ്പൊ അത് നിങ്ങൾ അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. തുടർന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, എക്സാം സെന്റർ ചൂസ് ചെയ്യുക, പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, 12th എക്സാം ഡീറ്റെയിൽസ് കൊടുക്കുക, പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് ഡിസ്ട്രിക്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിന്റെ അപ്പൊ നമ്മുടെ ഈ ഇതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട്. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനിയൊരു പ്രധാനപ്പെട്ട പ്രോസസ് ഇതിന്റെ ഇടയിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെന്താ? നമ്മുടെ സ്കാൻഡ് ഇമേജസ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ സെഷന്റെ ലാസ്റ്റ് നിങ്ങളുടെ ഈ വെരിഫൈ ഇമെയിൽ OTP കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടാവും. എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊക്കെയാ അപ്ലോഡ് ചെയ്യേണ്ടത് ഓർമ്മയുണ്ടോ? അപ്ലോഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം. അത് അവസാനത്തേക്കാണെങ്കിലും നേരത്തെ തന്നെ കരുതി വെക്കണം.
എന്തൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഇതൊക്കെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് അപ്ലോഡ് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങളുടെ സ്കാൻഡ് ഫിംഗർ പ്രിന്റ് അപ്ലോഡ്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്ലോഡ് ചെയ്യേണ്ട സംഗതികൾ ആദ്യം തന്നെ കയ്യിൽ കരുതാൻ പറഞ്ഞിട്ടുണ്ട്. സ്കാൻഡ് ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്, പിന്നെ സ്കാൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുണ്ട്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുണ്ട്, 10th സർട്ടിഫിക്കറ്റിന്റെ PDF അപ്ലോഡ് ചെയ്യാനുണ്ട്, പിന്നെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫും അപ്ലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞു. പ്രധാനമായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സംഗതി ഇതിലൊക്കെയാണ്: പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സ്കാൻഡ് ഫിംഗർ പ്രിന്റ്, സ്കാൻഡ് സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റുകൾ, ID പ്രൂഫ്. ഇതൊക്കെ ചെയ്ത് അവസാനത്തെ നമ്മുടെ സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ വെരിഫൈ ചെയ്ത് അതിന്റെ കൺഫർമേഷൻ പേജ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഇനി വേഗം പോയിട്ട് ഡോക്യുമെന്റ്സ് റെഡിയാക്കുക. അതിനുശേഷം പെട്ടെന്ന് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാണെങ്കിൽ ഞാനൊരു 3 to 4 days നിരന്തരമായിട്ട് നിങ്ങളുടെ കമന്റുകൾ അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരെ കമന്റ് സെഷനിലേക്ക് വരാം, ഞാൻ മറുപടി തരാം. താങ്ക് യു. അപ്പൊ പെട്ടെന്ന് പോയിട്ട് ആപ്ലിക്കേഷൻ ചെയ്തോളൂ. താങ്ക് യു.